ഹലോ, അസ്സാം വലൈക്കും. കുഞ്ഞിക്ക വ്ളോഗ്സ് എന്ന നമ്മളെ പുതിയൊരു ചാനലാണ്. എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്നവരെ ആരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഞാനിപ്പോൾ മസ്കറ്റിൽ നിന്ന് ഇബ്രിയിലേക്ക് പോകുന്ന ഒരു ദിവസത്തെ കുറച്ച് വീഡിയോസ് നിങ്ങളെ കാണിക്കാനാണ് വന്നത്. ഓക്കെ, ഏകദേശം മസ്കറ്റിൽ നിന്ന് 280 കിലോമീറ്ററോളം ദൂരമുണ്ട് നമ്മൾ ഇബ്രിക്ക് പോകുമ്പോൾ. ഇബ്രിയിൽ നമ്മളെ മലയാളി സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ആ ഒരു റൂട്ടിലുള്ള കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ ഞാൻ. ഓക്കെ, ഒമാൻ പണ്ട് കടലിന് അടിയിലുള്ള ഒരു രാജ്യമായിരുന്നു എന്ന് പറയണേ. അതായത് വെള്ളത്താൽ മൂടപ്പെട്ട ഒരു പ്രദേശമായിരുന്നു ഇത്. പിന്നീട് ഇവിടെ വാസയോഗ്യമായതാണ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഓക്കെ, അത് നമുക്ക് ഈ യാത്രയിൽ തന്നെ റോഡിൻ്റെ രണ്ട് സൈഡിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഒരുപാട് വലിയ വലിയ കുന്നുകളും പാറകളൊക്കെ നിറഞ്ഞ ഒരു പ്രദേശമാണ്. ഇവിടെ കാര്യമായിട്ട് ഖനനം ചെയ്തെടുക്കുന്നത് മാർബിൾ നന്നായിട്ട് ഖനനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പലയിടങ്ങളിലായിട്ട് നമുക്കത് കാണാൻ കഴിയും. രാജ്യത്തേക്കുള്ള മാർബിളൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് ഇവർ ഖനനം ചെയ്തെടുക്കുന്നത്. ഒമാൻ മാർബിൾ കമ്പനി LLC പോലെയുള്ള വലിയ വലിയ കമ്പനികൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒമാനിൽ. ഇവർ വിദേശത്തേക്കും അതുപോലെ രാജ്യത്തിനകത്തും പല രീതിയിലുള്ള മാർബിൾ ബിസിനസ്സൊക്കെ ഇവർ ചെയ്യുന്നവരിൽ പ്രധാനപ്പെട്ട ഒരു ബിസിനസ് സ്ഥാപനമാണ് അവർ. നമ്മൾ ഈ പോകുന്ന വഴി ശരിക്ക് ഈ റൂട്ടിൽ തന്നെയാണ് സലാലേക്ക് പോവുക. അതുപോലെ നിസുവ എന്ന് പറയുന്ന ഭാഗത്തേക്കൊക്കെ പോകുന്ന റൂട്ട് ഇതേ റൂട്ടാണ്. നിസുവയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട്. നിസുവ ഒരു ചരിത്രപ്രധാനമായ സ്ഥലമാണ്. 6-ാം നൂറ്റാണ്ടിലും 7-ാം നൂറ്റാണ്ടിലും ഒമാൻ്റെ തലസ്ഥാനമായിരുന്നു നിസുവ. ഇപ്പം അതിൻ്റെ പ്രൗഢി അതുപോലെ കാണാൻ കഴിയും. അവിടെ ഒരുപാട് സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇബ്രി ശരിക്കും ഒരു ഫാർമേഴ്സ് സിറ്റി കൂടിയാണ്. ഏകദേശം 1.5 ലക്ഷത്തോളം ജനങ്ങളാണ് ഇബ്രി ടൗണിൽ താമസിക്കുന്നത്. ഇത് നമ്മൾ പോണ വഴിയിൽ നിസ്കരിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ അവിടുത്തെ ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ്, ഇടവിട്ട് ചെറിയ ചെറിയ ഗ്രാമങ്ങൾ. രാജ്യം ഇന്ന് ടൂറിസം, അഗ്രികൾച്ചറൽ അതുപോലെ ഫിഷറീസ് മേഖലയിൽ വലിയ പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തേക്ക് ആവശ്യമായ പച്ചക്കറി, ധാന്യങ്ങളും ഈത്തപ്പഴം പോലെല്ലാം ഇവിടെ തന്നെ കൃഷി ചെയ്യുന്നുണ്ട്. എങ്കിലും ആഭ്യന്തര ഉപയോഗത്തിന് ഇത് തികയാതെ വരുന്നത് കാരണം പലപ്പോഴും അയൽ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യാറുണ്ട്. മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടാണ് ഒമാൻ ഇപ്പോൾ അറിയപ്പെടുന്നത്. പലതരം പച്ചക്കറികളും ധാന്യങ്ങളുമൊക്കെയാണ് ഇവിടെ കൂടുതൽ കൃഷി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ചെറിയ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ബാക്കി നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.